ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ? അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ലേസി ഡേ. അപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് ദിവസമായിട്ട് ലേസി ആയിരുന്നു. ലേസി മാത്രമല്ല, ശരീരത്തിന് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അത് കാരണം പിന്നെ മനസ്സിനും കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി എനിക്ക്. അതാണ് ഇത്രയും ലേസിനെസ്. അങ്ങനെ എൻ്റെ ലേസിനെസ് കാരണം വീട് മൊത്തം കച്ചടയായി കിടക്കുകയാണ്. അപ്പോൾ ഈ കച്ചടയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി മനസ്സിൽ തീരുമാനിച്ചു. അപ്പോൾ കുക്കിങ്ങും എല്ലാം കൂടി ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബേർഡനായിട്ട് ഫീൽ ചെയ്തു. ഒരുപാട് ജോലി കിടക്കും പോലെ ഫീൽ ചെയ്ത്. അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവും എന്ന് വിചാരിച്ച് അങ്ങനെ എൻ്റെ വീടിൻ്റെ അവസ്ഥയാണിത്. ഒരു ശ്രദ്ധയില്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇന്നുള്ള വീഡിയോ അല്ല, കുറച്ച് ദിവസമായി. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. കാര്യം യൂട്യൂബ് ഉള്ളത് പോലും മറന്നാണ്, അത്രയ്ക്ക് ലേസിനെസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രൈപോഡൊക്കെ ആദ്യം ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഫുള്ള് പൊടിയായി ഇരിക്കുകയാണ്. ഡെയിലി ഞാൻ വൃത്തിയാക്കി വെക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് ദിവസം വയ്യാതൊക്കെ ആയി കിടന്നിട്ട് കുറച്ച് തിരക്കൊക്കെ ആയപ്പോൾ ഒരുമാതിരി അടച്ച് പൂട്ടിയിട്ട വീട് പോലെ ആയിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇനി ക്ലീനിങ് ആണ്. അതിൻ്റെ ഇടയിൽ പോയി ടയേർഡായിരിക്കും, വിഷമിച്ചിരിക്കും, വീണ്ടും വന്നിരിക്കും. അതാണ് അവസ്ഥ. അങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ടേബിളിൻ്റെ പുറത്തൊരു പാക്കറ്റ് കണ്ടത്. അപ്പോൾ ഇത് എൻ്റെ സിസ്റ്റർ വിരുന്നിന് വന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പാക്കറ്റാണ്. അങ്ങനെ ഈ പാക്കറ്റ് കണ്ടപ്പോൾ ഒരു ധൈര്യം വന്ന്, എന്തായാലും ഇന്ന് നമുക്കൊരു ബിരിയാണി ആക്കാം. അപ്പോൾ ഇത്രയും തിരക്കുള്ള ദിവസവും നമുക്ക് ബിരിയാണി ആക്കാം എന്നുള്ളത് ഇത്രയും മനസ്സിൽ ലേസിനെസ് ഉണ്ടെങ്കിലും അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കോൺഫിഡൻറ്റ് വന്ന്, അപ്പോൾ എന്തായാലും ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ എന്തായാലും ക്ലീനിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ബിരിയാണി ഉണ്ടാക്കും. അങ്ങനെ അതുകൊണ്ട് കിച്ചണിൽ വെച്ചതിന് ശേഷം കുറച്ചുകൂടി ഉന്മേഷം വന്നു. അങ്ങനെ ഞാൻ കുറച്ചുകൂടി നല്ല
വൃത്തിയാക്കി. ഇനി 3 മണിയായാലും കുഴപ്പമില്ല, ഹാജറ 3 മണിക്കാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ എല്ലാ പരിപാടിയും ഒപ്പിക്കാമെന്ന് മനസ്സിലൊരു ധൈര്യം വന്ന്. അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട വലിയ ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ. ഫസ്റ്റ് കുറച്ച് മട്ടൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനൊന്ന് ബിരിയാണി ആക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ മട്ടൻ എടുത്ത് നോക്കിയ സമയത്ത് വല്ലാതൊരു മുറ്റിയ സ്മെല്ല്. അപ്പോൾ ഇവിടെ മുറ്റിയ സ്മെല്ലുള്ള മട്ടനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആരും കഴിക്കുന്നില്ല. അപ്പോൾ എന്തായാലും അത് മാറ്റി വേവിച്ച് മസാലയായിട്ട് വേവിച്ച് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ബിരിയാണിക്കൊക്കെ നല്ല മട്ടൻ ഉണ്ടെങ്കിൽ ടേസ്റ്റ് കാണുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോൾ കുറച്ച് ചിക്കൻ പീസസ് ഉണ്ടായിരുന്നു. കാര്യം ബ്രസ്റ്റ് ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് സ്നാക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ള പീസസ് ഇങ്ങനെ കട്ട് ചെയ്യാതെ വയ്ക്കും. അതുപോലെ വേസ്റ്റിൽ ഞാൻ കുറച്ച് മട്ടനൊക്കെ മനസ്സിന് തൃപ്തിയില്ലാതെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് കളയേണ്ടി വന്നത്. ഇനി വല്ല ബാക്ടീരിയ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടായാലോ എന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് ദിവസം ഒന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഇനി ചിക്കൻ്റെ ഒന്ന് തണുപ്പ് മാറുന്നതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള പരിപാടിയും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. കയ്യിലാണെങ്കിൽ ആ മട്ടൻ്റെ സ്മെല്ല് തീരെ പോണില്ല. അത്രത്തോളം സ്മെല്ലുള്ള ഒരു മട്ടനായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പൊതുവേ മട്ടൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഇക്കക്ക് മാത്രമേ ഇവിടെ മട്ടൻ ഇഷ്ടമുള്ളൂ. ഹാജറയും ഞാനും കഴിക്കാറില്ല അധികം.
അങ്ങനെ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞതാ വന്നെത്തി. അപ്പോൾ ചിക്കനിൽ ഏകദേശം തണുപ്പ് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ പൊതുവേ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് വാങ്ങിക്കാറില്ല. എൻ്റെ ഇഷ്ടത്തിനുള്ള പീസുകൾ ഓരോ ആവശ്യങ്ങൾക്കും എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുഴുവനെ വാങ്ങിച്ചിട്ട് ആവശ്യമുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കാറുള്ളതാണ് പതിവ്. അങ്ങനെ എനിക്ക് ഈ ഇടയായിട്ട് റിക്വസ്റ്റ് വന്നിട്ടുള്ളതാണ് ചിക്കൻ കട്ട് ചെയ്യുന്നതൊന്ന് വീഡിയോ കാണിക്കുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹോസ്റ്റൽ കുട്ടികളാണ്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ചിക്കൻ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ ഓരോ ജോയിൻറ്റ്സിലും വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. കുറച്ച് തണുത്ത ചിക്കൻ കട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ കീറിപ്പോവാനും അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ പീസസ് ആയിട്ട് വരാതെ പൊടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആ ഒരു ഏരിയയിൽ വെച്ചിട്ട്, അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷമാണ് അവരിങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കളയാതെ തന്നെ ഞാൻ ഇതിങ്ങനെ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് ആ ജോയിൻറ്റ്സിലൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ബിരിയാണിക്കായതുകൊണ്ട് തന്നെ വലിയ വലിയ പീസ് ഫ്രൈക്ക് എടുക്കും പോലെയാണ് ഉണ്ടായിരുന്നത്. വാ, നീ ഇങ്ങോട്ട് വാ. ഇതിൻ്റെ ഇടയിൽ ഹാജറായും എത്തി. അപ്പോൾ 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും ക്യുക്കായിട്ട് നമ്മുടെ ബിരിയാണി റെഡിയാക്കാം, ഇല്ലെങ്കിൽ ഹാജറാക്ക് വിശന്നിട്ട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇട്ടു. കുറച്ച് പീസായതുകൊണ്ട് ഉപ്പ് കുറച്ച് മതിയാവും. എന്നിട്ട് ആവശ്യത്തിനുള്ള ഗരം മസാല പൗഡർ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലാത്തവർ വെറുതെ ഉപയോഗിച്ചെടുക്കാം. ഓക്കെ. ദെൻ നമ്മുടെ ടേസ്റ്റ് കൂട്ടുന്നത് ചിക്കൻ ഫ്രൈക്ക് ഈ ഒരു മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ. പ്ലസ് മോർ ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം ക്രിസ്പിനെസ് വെളിഭാഗത്തിന് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മാത്രം ഇതുപോലെ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും മതിയാവും. അതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് കൊടുക്കാം. കറി ലീവ്സ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബിരിയാണിയുടെ പാക്കറ്റ് എടുക്കാം. അപ്പോൾ അതിലേക്ക് 250 ഗ്രാം റൈസും ബസ്മതി റൈസും കൂടെ തന്നെ മസാല, നമ്മുടെ ചിക്കനിൽ എന്താണോ മസാല വേണ്ടത് അത് ഗ്രേവി ആയിട്ട് തന്നെ അതിൽ വച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ പോലും നമുക്ക് ചേർക്കണ്ട എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ റൈസിലിടേണ്ട സ്പൈസസും കൂടി അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അരി കഴുക പോലും വേണ്ട. അത് ഞാൻ കഴുകണ്ട വെച്ചാൽ അത് കഴുകി ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് വെള്ളത്തിലിടാനാണ് ആ ഒരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അങ്ങനെ ഇതാ തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. റൈസിൽ കുറച്ച് ഗ്രാമ്പും മസാലയൊക്കെ അതിലിട്ടിട്ടുണ്ടായിരുന്നു, ഹോൾ സ്പൈസസ്. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ജാതിപത്രി, ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ ആനീസ് എല്ലാം അതിലുണ്ട്. അപ്പോൾ എല്ലാം അതിലിട്ട് കൊടുക്കുകയാണ്. പിന്നെ സാജീരകം കൂടി അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാം. അറ്റ് എ ടൈം തന്നെ നമുക്ക് അപ്പുറത്ത് പാനിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിൽ ചിക്കൻ ആ ഒരു മസാലയിൽ മാരിനേറ്റ് ചെയ്ത് ആ ചട്ടിയിലിട്ട് ചൂടാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം.
ഈ പ്രിപ്പറേഷൻ്റെ ആദ്യമായിട്ട് ചെയ്യണതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ ടൈം കുറച്ച് ഡിലേ ആവണത് ഈ റീഡ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ വളരെ ക്യുക്കായിട്ട് നമുക്ക് രണ്ടടുപ്പിലായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ മാരിനേറ്റിംഗ് മസാല. അടുപ്പ് കത്തിച്ചിട്ടില്ലായിരുന്നു, ആദ്യം ഞാൻ ചട്ടി ചൂടാക്കിയിട്ട് ഓഫ് ചെയ്തതാണ്. അപ്പോൾ ഇനി ഈ മസാലയിലേക്ക് ആ ചിക്കനും ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് കുക്ക് ചെയ്യാം. ചിക്കൻ ചെറുതായിട്ടൊരു 8 മിനിറ്റ് ഇങ്ങനെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓവർ കുക്കാക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് മതിയാവും. കുക്കിംഗ് ടൈം വളരെ കുറവാണ്. നമ്മുടെ ചിക്കൻ കുക്കാവണ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബിരിയാണി റെഡിയാവും. അപ്പോൾ ഇത് ഊറ്റി മാറ്റാം. എനിക്കിതിൽ തോന്നിയിട്ടുള്ളത് ഈ ബസ്മതി റൈസ് സെല്ല ബസ്മതി റൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മന്തിക്കൊക്കെ യൂസ് ചെയ്യുമല്ലോ, അത് എത്ര കുക്ക് ചെയ്താലും ഉടഞ്ഞു പോകാത്ത റൈസ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആച്ചിയുടെ ഈ റെഡി ടു ഇൻസ്റ്റൻറ്റ് ഹൈദരാബാദി ബിരിയാണി അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അത്യാവശ്യ ഘട്ടത്തിന് നമുക്കിതുപോലെയൊക്കെ റെഡിയാക്കാൻ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ സവാള ഉള്ളി ഒന്നും ഒലിച്ച് ഓവർ ചിലവൊന്നും ചെയ്യാതെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈസി ആയിട്ട് 2-3 പേർക്കൊക്കെ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹാജറൊക്കെ വിശക്കണ്. ഹാജറ ഇതാ വേഫേഴ്സും കോണൊക്കെ എടുത്ത് കഴിക്കുകയാണ്, കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ്. അപ്പോൾ ഹാജറ കുളിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ബിരിയാണി റെഡിയാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ഈ വീഡിയോ ഇത്രയും ലോങ് ആയത് നമ്മുടെ ക്ലീനിങ്ങും ലേസിനെസ്സൊക്കെ കാണിച്ചിട്ടാണ് ഇത്രയും ഡീപ്പായിട്ട് പോയത്. അപ്പോൾ ഇനിയും ഇട്ടാൽ നന്നായിട്ട് വിരിഞ്ഞ് വരും. ആ റൈസിൻ്റെ രീതി അങ്ങനെയാണ്. അപ്പോൾ ഇതാ ദമ്മിലിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ്. കാര്യം ആ ഓയിലിൽ മസാലയൊക്കെ അവർ നന്നായിട്ട് കുക്ക് ചെയ്ത് പാക്കറ്റിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഹൈദരാബാദി ബിരിയാണിക്ക് നമുക്ക് എന്താണ് ആവശ്യമുണ്ടോ അതൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ ഓനിയൻ ഓയിൽ നല്ലൊരു ഫ്ലേവറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇനി കഴിച്ചു നോക്കാം. ചിക്കൻ ആയതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയാലും നന്നായിരിക്കും എന്നുള്ള ഒരു ധൈര്യമുണ്ട്. അപ്പോൾ എന്തായാലും അതാണ് ഞാൻ മട്ടനിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് മട്ടൻ നമ്മൾ ചതിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് ഫൈനലി അതിലേക്ക് മല്ലിയില നമ്മൾ ഗാർണിഷിങ്ങിന് എന്താണോ ആവശ്യം അതിടാം. അപ്പോൾ സെർവ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പപ്പടവും ചിക്കൻ ഫ്രൈയും. അങ്ങനെ നമ്മുടെ ക്യുക്ക് ആൻഡ് ഈസി ഹൈദരാബാദ് ബിരിയാണി ആച്ചിയുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുതിനയും മല്ലിയിലയൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല ഫ്ലേവറാണ്. ഫ്ലേവർഫുൾ മസാലയൊക്കെയാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഫ്രഷ് ബിരിയാണി വയ്ക്കുന്നതിനേക്കാളും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പെട്ടെന്നൊന്ന് റെഡിയാക്കുന്ന സമയത്ത് ഈ ഒരു ബിരിയാണി സൂപ്പറാണ്. അപ്പോൾ ഹൈദരാബാദി ബിരിയാണിയുടെ ടേസ്റ്റൊക്കെ ഉണ്ട്, ഇല്ലയെന്നൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെയാണ്.
പക്ഷേ കേരളത്തിലുള്ളവർക്ക് നല്ല തലശ്ശേരി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പറഞ്ഞവർക്ക് ഇത് പെട്ടെന്ന് അങ്ങ് പിടിക്കൂല, ബസ്മതി റൈസിലുള്ള ഈ ഒരു ബിരിയാണി. കാര്യം നമ്മൾ കൈമ റൈസിൻ്റെ ടേസ്റ്റ് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ എന്തായാലും ഒരു ആവറേജ് കൊടുക്കാം. 100-ൽ ഒരു 75-80% ബിരിയാണി ഓക്കെ ആണ്. അപ്പോൾ ഒരു ആവറേജ് ബിരിയാണിയൊക്കെ കഴിച്ച് ഞാനിതാ റെഡിയായിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.